മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനർനിർമ്മാണത്തിനായുള്ള കേന്ദ്ര വായ്പയുടെ വിനിയോഗത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പദ്ധതി തുടങ്ങുന്നതിനാണ് ആദ്യ പരിഗണനയെന്നും മന്ത്രി വ്യക്തമാക്കി. ടൗൺഷിപ്പുകളിലെ വീടിന്റെ നിർമ്മാണ ചെലവ് പുനഃപരിശോധിക്കാൻ കൺസൾട്ടന്റായ കിഫ്കോണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. നിബന്ധനകൾ എന്തുതന്നെയായാലും വയനാട് പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പ ഉപയോഗിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കേന്ദ്രം അംഗീകരിച്ച 16 പ്രൊജക്ടുകളുടെയും നിർവഹണ വകുപ്പുകൾക്ക് പണം കൈമാറുന്ന ഡെപ്പോസിറ്റ് സ്കീം വഴി ഈ സാമ്പത്തിക വർഷം തന്നെ പണം ചെലവഴിക്കുന്ന നിബന്ധന മറികടക്കാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത യോഗത്തിലെ ധാരണ. എന്തായാലും അല്പം സമയം കൂട്ടി ചോദിക്കുക എന്നുള്ളത് സാധാരണഗതിയിലുള്ള പ്രക്രിയയാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതതല യോഗമെല്ലാം ചേർന്നിട്ടുണ്ട്. വായ്പയാണ് നമ്മൾ എടുത്തേക്കുന്നത്, അല്ലാതെ ഗ്രാൻഡ് അല്ല. വായ്പയാണെങ്കിലും അത് ചെലവാക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ബാക്കി കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യാനുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുണഭോക്തൃ പട്ടികയുടെ 2ാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും. അപകട മേഖലയിലെ താമസക്കാരാണ് 2ാം ഘട്ട പട്ടികയിൽ ഉണ്ടാകുക. ഗുണഭോക്തൃ പട്ടികയിലുള്ളവരോട് ടൗൺഷിപ്പിൽ താമസിക്കാനുള്ള താല്പര്യം ചോദിക്കാനും തീരുമാനിച്ചു. കെട്ടിടങ്ങൾക്ക് ചിലവാകുന്ന തുക പുനഃപരിശോധിക്കാൻ പുനരധിവാസത്തിന്റെ കൺസൾട്ടന്റായ കിഫ്കോണിനോട് ആവശ്യപ്പെടാനും ഇന്നലെ ചേർന്ന ഉന്നത യോഗം തീരുമാനിച്ചു. ഓരോ യൂണിറ്റിനുമുള്ള തുക കൂടിപ്പോയെന്ന വിമർശനം സ്പോൺസർമാരും പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചത്. 24 തിരുവനന്തപുരം.